നമസ്കാരം. എല്ലാവർക്കും വണ്ടർഹോപ്പ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ 2024 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ പോയിന്റിലേക്ക് കിടക്കാം. പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് പ്രായപരിധി 6 വയസ്സ്. പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രായപരിധി 6 വയസ്സാണ്. ഓക്കെ. കളിസ്ഥലങ്ങൾ ഇല്ലാത്ത വിദ്യാലയം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയാണ്. കളിസ്ഥലങ്ങൾ ഇല്ലാത്ത വിദ്യാലയം അടച്ചുപൂട്ടും ഉത്തരവിട്ട ഇന്ത്യയിലെ ഹൈക്കോടതി കേരള ഹൈക്കോടതി തന്നെയാണ്. കൊള്ളാല്ലേ. അടുത്തത്, എല്ലാ വിദ്യാർത്ഥി വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂര്. എല്ലാ വിദ്യാർത്ഥി വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. അടുത്ത പോയിന്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല വയനാടുമാണ്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിക്കാറുണ്ട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം, കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. സോ അതൊന്നും ബുദ്ധിമുട്ടല്ല. അടുത്ത പോയിന്റ്, കേന്ദ്ര കാലാവസ്ഥാ മന്ത്രാലയം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ മന്ത്രാലയം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല പാലക്കാട്. നമ്മൾ പഠിക്കാറുണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള ജില്ല ഏതാ? പാലക്കാട് എന്നൊക്കെ പഠിക്കാറുണ്ട്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നഗരസഭ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര കേട്ടോ, കൊട്ടാരക്കര നഗരസഭയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏത്? കൊട്ടാരക്കര, കൊട്ടാരക്കര, കൊട്ടാരക്കര. ഓർത്തിരിക്കുക. അടുത്തത്, ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ 2024. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ 2024 വേദി വർക്കലയാണ്, തിരുവനന്തപുരം ജില്ലയിലെ. ഓക്കെ. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ 2024 വേദി വർക്കല. ഓർത്തിരിക്കണം, ചോദിക്കാവുന്ന പോയിന്റ് ആണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി, അതിന്റെ പേരാണ് ട്രാൻസ് മുദ്ര. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയുടെ പേര് ട്രാൻസ് മുദ്ര എന്നാണ്. എവിടെ? കോഴിക്കോടാണ്. ട്രാൻസ് മുദ്ര എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയുടെ പേര് ട്രാൻസ് മുദ്ര. അതെവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത്, ബൽറാം മട്ടന്നൂർ എന്ന തിരക്കഥാകൃത്ത് അന്തരിച്ചു. അപ്പൊ ബൽറാം മട്ടന്നൂർ അന്തരിച്ചു. ഏത് മേഖലയിൽ പ്രശസ്തനാണ് അദ്ദേഹം? തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തിരക്കഥയാണ് കളിയാട്ടം. കളിയാട്ടം സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പം പ്രശസ്തനായ തിരക്കഥാകൃത്തായ ബൽറാം മട്ടന്നൂർ അന്തരിച്ചു. ബൽറാം മട്ടന്നൂർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെതാണ് കളിയാട്ടം തിരക്കഥ. അടുത്തത്, ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അന്തരിച്ച ഗാന്ധിമതി ബാലൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമ കേട്ടോ. ഗാന്ധിമതി ബാലൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമ. ഇനി അടുത്തത് ഒരു ജീവചരിത്രത്തിന്റെ പേരാണ്. ജീവചരിത്രത്തിന്റെ പേരാണ് പക്ഷികളും ഒരു മനുഷ്യനും. പക്ഷികളും ഒരു മനുഷ്യനും. അപ്പൊ ഈ പേര് കേട്ടപ്പോഴേ മനസ്സിലായി എന്തോ ഒരു പക്ഷി നിരീക്ഷകനുമായി ബന്ധപ്പെട്ട ബയോഗ്രഫിയാണ് അല്ലെ. പക്ഷി നിരീക്ഷകനുമായി ബന്ധപ്പെട്ട പേര്. അപ്പൊ സലീം അലി എന്നൊക്കെ പറഞ്ഞാലോ? സലീം അലി അല്ല, KK നീലകണ്ഠൻ.
കെ നീലകണ്ഠൻ. അപ്പൊ കെ നീലകണ്ഠന്റെ ജീവചരിത്രം, അതിന്റെ പുതിയൊരു ജീവചരിത്രം വന്നു. അത് ഓട്ടോബയോഗ്രഫി അല്ല, ബയോഗ്രഫിയാണ്. അതിന്റെ പേരാണ് പക്ഷികളും ഒരു മനുഷ്യനും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, പക്ഷികളും ഒരു മനുഷ്യനും എന്നുള്ളത് ആരുടെ ജീവചരിത്രമാണ്? കെ നീലകണ്ഠൻ. ആരാണ് ഇത് രചിച്ചത് സുരേഷ് ഇളമണ്ണ്. രചിച്ചത് ആരാ? രചിച്ചത് സുരേഷ് ഇളമൺ ആണ് രചിച്ചത്. പക്ഷികളും ഒരു മനുഷ്യനും രചിച്ചത് സുരേഷ് ഇളമണ്ണ്. വീട്ടുമുറ്റത്തെ വിദ്യാലയം ഒരു പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അപ്പൊ എന്താണ് ഈ വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന് പറയുന്ന പദ്ധതി? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. പഠനത്തില് നമ്മൾ അറിയാം, പണ്ട് തൊട്ട് സ്കൂളിൽ പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം, കുറച്ച് കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കമായിരിക്കും. അപ്പൊ ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വീട്ടിൽ ചെന്നിട്ട്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ ചെന്നിട്ട് അധ്യാപകർ എന്ത് നൽകുന്നു? ആ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്നു. ഈ പദ്ധതിയുടെ പേരാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിൽ ചെന്ന് പഠനത്തിന് ആവശ്യമായി വരുന്ന സഹായം, പഠിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അടുത്ത വേറൊരു പദ്ധതിയാണ് സ്നേഹപൂർവം. പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. അപ്പൊ ഈ സ്നേഹപൂർവം എന്ന് പറയുന്നത് സ്നേഹപൂർവം. അപ്പൊ ഇതൊരു ധനസഹായ പദ്ധതിയാണ്. സ്നേഹപൂർവം എന്ന് പറയുന്നത് ഒരു ധനസഹായ പദ്ധതിയാണ്. ആർക്കുള്ള ധനസഹായ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ, അച്ഛനും അമ്മയും മരിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. അപ്പൊ ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. അച്ഛനും അമ്മയും മരിച്ച്, അച്ഛനോ അമ്മയോ മരിച്ചാലും മതി, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ച്, എങ്ങനായാലും ഒന്നിൽ അച്ഛൻ മരിക്കുക, അല്ലെങ്കിൽ അമ്മ മരിക്കുക, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിക്കുക. അങ്ങനെ നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ സാമൂഹിക സുരക്ഷാ മിഷൻ നൽകുന്ന പദ്ധതി, പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. പദ്ധതിയുടെ പേരൊന്ന് ഓർത്തു വെച്ചോണം, നല്ല പദ്ധതിയാണ് സ്നേഹപൂർവം. വീട്ടുമുറ്റത്തെ വിദ്യാലയം. 2 പദ്ധതിയാണ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നത്. 2 അവിടെ ഓർത്തിരിക്കേണ്ട പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയവും സ്നേഹപൂർവവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പ്രായപരിധി 6 വയസ്സ്. കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുക, കേരള ഹൈക്കോടതി. വിദ്യാർത്ഥി വോട്ടർമാരെ മുഴുവൻ വോട്ടർ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂര്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം, ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാട്. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാണ് കൊട്ടാരക്കര. ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ 2024 വർക്കലയാണ്. ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് കോഴിക്കോടാണ്. അതിന്റെ പേര് ട്രാൻസ് മുദ്ര എന്നാണ്. ബൽറാം മട്ടന്നൂർ എന്ന തിരക്കഥാകൃത്ത് അന്തരിച്ചു. കളിയാട്ടം തിരക്കഥാകൃത്തായിരുന്നു ബൽറാം മട്ടന്നൂർ. ഗാന്ധിമതി ബാലൻ അന്തരിച്ചു, സിനിമാ മേഖലയിൽ പ്രശസ്തൻ. പക്ഷികളും ഒരു മനുഷ്യനും എന്ന ബയോഗ്രഫി കെ നീലകണ്ഠനെ കുറിച്ചുള്ളതാണ്. അത് രചിച്ചത് സുരേഷ് ഇളമൺ. പിന്നെ 2 പദ്ധതികൾ, വീട്ടുമുറ്റത്തെ വിദ്യാലയവും സ്നേഹപൂർവം. ഓക്കെ, അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. തിരുവനന്തപുരം ജില്ലയെ സമ്പൂർണ്ണ സൗരോർജ നഗരമാക്കി മാറ്റുക. തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ സമ്പൂർണ്ണ സൗരോർജ നഗരമാക്കി മാറ്റുക. അതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സോളാർ സിറ്റി. തിരുവനന്തപുരത്തെ സമ്പൂർണ്ണ സൗരോർജ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ പേരാണ് എന്ത്? സോളാർ സിറ്റി എന്നാണ് പദ്ധതിയുടെ പേര് ഓർത്തിരിക്കണം, സോളാർ സിറ്റി. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്നതിനായിട്ടുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ്. കുടുംബശ്രീയുടെ ക്യാമ്പയിന്റെ പേരെന്ത്? അതാണ് ഉജ്ജീവനം. പദ്ധതിയുടെ പേരാണ്, അല്ലെങ്കിൽ ക്യാമ്പയിന്റെ പേരാണ് ഉജ്ജീവനം. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീ ക്യാമ്പയിന്റെ പേരെന്ത്? ഉജ്ജീവനം എന്നാണ് പേര്. അടുത്തത്
ലോകത്തിനു മുന്നിൽ കേരളത്തെ അടയാളപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേരളീയം. ലോകത്തിനു മുന്നിൽ കേരളത്തെ അടയാളപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കേരളീയം. കേരളീയം. ഓക്കെ, അപ്പം ഇത് തിരുവനന്തപുരം നഗരത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ നഗരമാക്കുന്ന പദ്ധതിയുടെ പേര് സോളാർ സിറ്റി. സോളാർ സിറ്റി. അതിദരിദ്ര കുടുംബങ്ങളെ കുടുംബശ്രീ അവർക്കുള്ള സഹായം നൽകുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിന്റെ പേരാണ് ഉജ്ജീവനം. കേരളീയം. ലോകത്തിനു മുന്നിൽ കേരളത്തിലെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയുടെ പേരാണ്, കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് കേരളീയം. ഇനി അടുത്തതാണ് ഇ ക്യൂബ്. ഇ ക്യൂബ്. ഈ ക്യൂബ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കൈറ്റ് എന്ന് നമ്മൾ പറയും. KITE. കൈറ്റ്. കൈറ്റ് എന്ന് പറഞ്ഞാല് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഇതാണ് കൈറ്റ് എന്നതിന്റെ പൂർണ്ണ രൂപം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഇതാണ് കൈറ്റ് എന്നതിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ഈ കൈറ്റ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ലാംഗ്വേജ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ കൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനം 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. ഒരു ലാംഗ്വേജ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. അതിന്റെ പേരാണ് ഇ ക്യൂബ്. അപ്പൊ ഇ ക്യൂബ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ആണ്. ആര് വികസിപ്പിച്ചു? കൈറ്റ് വികസിപ്പിച്ചു. ആർക്ക് വേണ്ടി വികസിപ്പിച്ചു? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വികസിപ്പിച്ചതാണ് ഇ ക്യൂബ്. ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ടി പത്മനാഭന്റെ ജീവിതം സിനിമയാവുന്നു. ആ സിനിമയുടെ പേരാണ് നളിന കാന്തി എന്നാണ് പേര്. നളിന കാന്തി. ടി പത്മനാഭന്റെ ജീവിതം സിനിമയാവുകയാണ്. ആ സിനിമയുടെ പേരാണ് നളിന കാന്തി. നളിന കാന്തി എന്നാണ് ചിത്രത്തിന്റെ പേര്. നളിന കാന്തി. അടുത്തത് IRDI. IRD എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒന്നുകൂടെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഈ IRDI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഈ ആരോഗ്യ ഇൻഷുറൻസ്, ഈ നമ്മുടെ രാജ്യത്തെ ആരോഗ്യ ഇൻഷുറൻസിൽ പങ്കെടുക്കുന്ന, ആരോഗ്യ ഇൻഷുറൻസിൽ അംഗമാവുന്ന അംഗങ്ങളുടെ പ്രായപരിധി, നിശ്ചിത പ്രായപരിധി, ആ പ്രായപരിധി ഒഴിവാക്കി. അപ്പൊ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ത് ചെയ്തു? ആരോഗ്യ ഇൻഷുറൻസിലെ പ്രായപരിധി ഒഴിവാക്കി. ആ ഒരു പോയിന്റ് ഓർത്തോണം. ആരോഗ്യ ഇൻഷുറൻസിലെ പ്രായപരിധി ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്ത് ഒഴിവാക്കി. ഇനി അടുത്തത് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമാണ് മോഹിനി. രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമാണ് മോഹിനി എന്ന് പറയുന്ന ഒരു യുവതി ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നതാണ് ആ ചിത്രം. കാമുകൻ വരുന്നതും കാത്തിരുന്നുകൊണ്ട് ഒരു ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, അതാണ് മോഹിനി എന്ന് പറയുന്ന ചിത്രം. എത്ര കോടി രൂപയ്ക്കാണ് മോഹിനി എന്ന ചിത്രം വിറ്റുപോയെന്ന് ചോദിച്ചാൽ 17 കോടി രൂപയ്ക്ക്. രാജാ രവിവർമ്മയുടെ മോഹിനി എന്ന ചിത്രം എത്ര കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്? 17 കോടി രൂപയ്ക്കാണ് മോഹിനി എന്ന ചിത്രം വിറ്റുപോയത്. അടുത്ത, ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ പിഴ 1000 രൂപ. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ 1000 രൂപ. മോശമായ പെരുമാറ്റത്തിന് അവിടെ പിഴ 500 രൂപയുമാണ്. ഓക്കെ, അപ്പൊ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ പിഴ എത്ര? 1000 രൂപ. മോശമായ പെരുമാറ്റത്തിന് എത്ര രൂപ? 500 രൂപ പിഴ. 500 രൂപ പിഴയാണ്. ഇനി അടുത്തത്, വേൾഡ് സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാമതാണ്. ഓർത്തു വെച്ചോ. വേൾഡ് സൈബർ ക്രൈംസിൽ, ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാമതാണ്. ഇനി അടുത്തത് UPSCയുടെ ഡയറക്ടർ. UPSC എന്ന് പറയുമ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSCയുടെ ഡയറക്ടറുടെ പേരാണ് ഹൻഷ മിശ്ര എന്നാണ് പേര്. ഹൻഷ മിശ്ര. UPSC ഡയറക്ടറുടെ പേര് ഹൻഷ മിശ്ര. ആരാണ് UPSCയുടെ ചെയർമാൻ? UPSC ചെയർമാന്റെ പേര് മനോജ് സോണി. കേട്ടോ, മനോജ് സോണി. UPSC ചെയർമാൻ മനോജ് സോണി. UPSC ഡയറക്ടർ ഹൻഷ മിശ്ര. മനോജ് സോണി, ഹൻഷ മിശ്ര. മനോജ് സോണി ചെയർമാൻ, ഹൻഷ മിശ്ര ഡയറക്ടർ UPSCയുടേത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളീയം വരെ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഇ ക്യൂബ്,
ഇക്യൂബ് എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വികസിപ്പിച്ച ഒരു ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ആണ്. ആര് വികസിപ്പിച്ചതാണ്? കൈറ്റ്. എന്താണ് കൈറ്റിന്റെ പൂർണ്ണ രൂപം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നളിനകാന്തി എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. ആരുടെ ജീവിതം സിനിമയാക്കിയതാണ് നളിനകാന്തി? ടി പത്മനാഭൻ. ടി പത്മനാഭൻ എന്നയാളുടെ ജീവിതകഥയാണ് നളിനകാന്തി. പ്രായപരിധി. ആരോഗ്യ ഇൻഷുറൻസിൽ പ്രായപരിധി ഒഴിവാക്കി IRDI. IRDI എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണരൂപം? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അതൊക്കെ വ്യക്തമാണ്. അടുത്തത് മോഹിനി എന്ന ചിത്രം ആരുടേത്? രാജാ രവിവർമ്മയുടേത്. കാമുകന്റെ വരവ് കാത്തിരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു യുവതി, അതാണ് മോഹിനി എന്ന ചിത്രം. എത്ര കോടി രൂപയ്ക്ക് വിറ്റു? 17 കോടി രൂപയ്ക്ക് വിറ്റു. രാജാ രവിവർമ്മയുടെ മോഹിനി എന്ന ചിത്രം 17 കോടി രൂപയ്ക്ക് വിറ്റു. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ 1000 രൂപ പിഴ. മോശമായ പെരുമാറ്റത്തിന് പിഴ 500 രൂപ. വേൾഡ് സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാമതാണ്. UPSCയുടെ ഡയറക്ടറുടെ പേര് ഹൻഷ മിശ്ര. UPSCയുടെ ചെയർമാൻ മനോജ് സോണിയാണ്. മനോജ് സോണി. 2024 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.